ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പൂരിയും പൊട്ടറ്റോ ബാജിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി മൈദയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർത്ത് കൊടുക്കുമ്പോൾ മാവിന് നമ്മളെ പൂരിക്ക് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ശരിക്കും നമ്മളെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. നല്ലതായിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് കുഴയ്ക്കാറില്ല. ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെയാണ് പൂരിക്കും കുഴച്ചെടുക്കാറുള്ളത്. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴും മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അവസാനം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുത്ത് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പൂരി റെഡിയാക്കി എടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റെഡിയാക്കിയാലും നല്ല സോഫ്റ്റായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള പൂരി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മാവ് ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ചെറിയ ബോളുകളാക്കി എടുക്കുക. ചപ്പാത്തിക്ക് എടുക്കുന്നത് പോലെ അത്രയും വലുതായിട്ട് വേണ്ടല്ലോ പൂരിക്കാകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ വലുപ്പത്തിന് ബോളുകളാക്കി എടുത്ത് ഉരുട്ടി വെച്ചാൽ മതി. അതിനുശേഷം ഞാനിവിടെ ചപ്പാത്തി പലകയിലാണ് കേട്ടോ പരത്തി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പത്തിരി പ്രസ്സിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി സൗകര്യം കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുത്താൽ മതി. പക്ഷേ പൂരിക്കായതുകൊണ്ട് ചെറിയ വലുപ്പത്തിന് പരത്തിയെടുത്താൽ മതി. അതുപോലെ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, പൂരിക്കാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കട്ടിക്ക് വേണം പരത്തിയെടുക്കാനുള്ളത്. പരത്തിയെടുക്കുന്നതിൽ തിക്കായിരിക്കണം. നൈസാക്കി കഴിഞ്ഞാൽ പപ്പടം പോലെ ആയിപ്പോവും. അപ്പോൾ നല്ല കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാനുള്ളത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എങ്കിൽ മാത്രമേ നമ്മളെ പൂരി നന്നായിട്ടൊന്ന് പൊള്ളി വരുള്ളൂ. അതുപോലെ തന്നെ പൊടി തൂക്കി നമ്മൾ പരത്തിയെടുക്കുമ്പം എണ്ണയിലിടുന്നതിന് മുമ്പ് ഒന്ന് പൊടി തട്ടി കളയാനും കൂടി ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇല്ലയെന്നുണ്ടെങ്കിൽ എണ്ണയിൽ പൊടികൾ കിടന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പരത്തി വെച്ചിരിക്കുന്ന പൂരിയും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൂരി ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് പോലെ പൂരി പൊള്ളി വരികയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പൊള്ളി വരത്തുമില്ല. അതുമല്ല നമ്മളെ പൂരി എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൂരി ഇടുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. അതുപോലെ തന്നെ പൂരി ഇട്ടതിന് ശേഷം മുകളിൽ നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലതായിട്ട് പൊങ്ങി വരും. ഇല്ലയെന്നുണ്ടെങ്കിലും വരും, എന്നാലും നമ്മൾ കൂടുതലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം കുറച്ചുകൂടി നന്നായിട്ട് പൊള്ളി വരും. അപ്പോൾ ഈ കുറച്ച് ടിപ്സുകളൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. നമ്മളെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ബാജി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് 2 സവാള, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഒരു 5 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഉരുളൻകിഴങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലാകുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് അത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ബജി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുമ്പം തീയൊന്ന് കുറച്ച് വയ്ക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പം അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനുള്ളത്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കറിക്ക് കുറച്ചുകൂടി തിക്കുണ്ടാവും, നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും. നന്നായിട്ടൊന്ന് കുറുക്കി വരും. അപ്പം ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ച് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ മസാലയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറിയാണ്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് എടുക്കണ്ട, ഒരുപാട് കട്ടിയായിട്ട് എടുക്കണ്ട. ഒരുപാട് തിക്കായിട്ട് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ തണുക്കുമ്പോഴും കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇതേപോലെ ഒരു പരുവത്തിനാവുന്ന സമയത്ത് നമ്മൾ വാങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിൽ തണുക്കുന്ന സമയത്ത് നല്ല പാകമായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പൂരിയും പൊട്ടറ്റോ ബാജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 2 റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് പൂരിയും പൊട്ടറ്റോ ബാജിയും കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നും ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ രാവിലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും പറയും പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി പുതിയ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്